എന്താണ് ARDS അഥവാ അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം? ഈ ARDS എന്ന് പറയുന്നത് ഒരു പ്രാഥമികമായ ഒരു അസുഖമല്ല, പക്ഷേ എന്തെങ്കിലും ഒരു അസുഖം വന്നതിൻ്റെ ഒരു ലങ്സിലുണ്ടാകുന്ന ഒരു കോംപ്ലിക്കേഷനാണ്. അത് അസുഖത്തിൻ്റെ ഒരു പ്രോഗ്രഷൻ മാത്രമാണ്. ഈ പ്രാഥമിക അസുഖം എന്ന് പറയുന്നത് ന്യൂമോണിയ ആകാം, ബാക്ടീരിയൽ ന്യൂമോണിയ ആകാം, വൈറൽ ന്യൂമോണിയ ആകാം. എല്ലാവർക്കും പരിചിതമായ ഒരു ന്യൂമോണിയാണ് H1N1. H1N1 വന്നു കഴിഞ്ഞാൽ അത് ഈ ARDS എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇനി ന്യൂമോണിയ അല്ലാതെ ഈ സെപ്സിസ്, ഞാൻ നേരത്തെ പറഞ്ഞ സെപ്സിസ് ഉണ്ടാവാം, ബേൺസ്, പൊള്ളലുകൾ ഉണ്ടാവാം, പാങ്ക്രേറ്റൈറ്റിസ് എന്ന് പറയുന്ന അസുഖം ഉണ്ടാവാം. അങ്ങനെ പല അസുഖങ്ങൾ കാരണം നമുക്ക് ലങ്സിൽ ഈ ARDS എന്ന് പറയുന്നൊരു കണ്ടീഷൻ വരാം. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 2 ലങ്സിനെയും ഒരേപോലെ ഇത് അഫക്റ്റ് ചെയ്യും. അതിൻ്റെ അനന്തരഫലമായി രക്തത്തിലെ ഓക്സിജൻ്റെ അളവിൽ ക്രമാതീതമായ കുറവ് വരികയും അവർക്ക് ഓക്സിജൻ്റെ സപ്പോർട്ട് വേണ്ടി വരികയും ഒരു പരിധി കഴിഞ്ഞ് സിവിയർ ആയിക്കഴിഞ്ഞാൽ വെന്റിലേറ്ററിൻ്റെ സപ്പോർട്ട് വേണ്ടി വരികയും ചെയ്യും. വെന്റിലേറ്ററിൽ പോകുമ്പോഴും അല്ലെങ്കിൽ വെന്റിലേറ്ററിൽ പോയാലും ഇതിന് പരിഹാരം കിട്ടാത്ത ഒരു സിവിയർ കാറ്റഗറിയും കൂടെയുണ്ട്. അങ്ങനെയുള്ളവരെ നമ്മൾ പ്രോൺ വെന്റിലേഷൻ എന്ന് പറയും. അതായത് വെന്റിലേറ്ററിൽ പോയി സാധാരണഗതിയിൽ നമ്മൾ ICU കിടക്കുന്നത് നമ്മൾ മുകളിലോട്ട് നോക്കി കിടക്കുന്ന രീതിയിലാണല്ലോ. ഈ പ്രോൺ വെന്റിലേഷൻ എന്ന് പറയുന്നത് ARDSമായി ബാധിക്കപ്പെട്ട ആൾക്കാർ വെന്റിലേറ്ററിൽ പോയതിനു ശേഷവും അവരുടെ ഓക്സിജനകത്തുള്ള ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ കമഴ്ത്തി കിടത്തും. അതാണ് പ്രോൺ. ഒരു കോവിഡിൻ്റെ സമയത്തൊക്കെ എല്ലാവർക്കും വളരെ, അല്ലെങ്കിൽ എല്ലാവരും കേട്ടിട്ടുണ്ടാകുന്ന ഒരു വാക്കാണ് ഈ പ്രോൺ വെന്റിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ കമഴ്ത്തി നമ്മൾ ഏകദേശം ഒരു 16 മുതൽ 24 മണിക്കൂർ വരെ കമഴ്ത്തി കിടത്തുകയും അങ്ങനെ ഒരു 3-4 പ്രാവശ്യം 3-4 ദിവസങ്ങളായി അങ്ങനെ ചെയ്യുകയും ചെയ്യുമ്പോഴേക്കും നല്ലൊരു ശതമാനം ആൾക്കാർക്കും ഈ പറഞ്ഞ ഓക്സിജൻ്റെ അളവിനകത്ത് ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കാണുന്നതാണ്. അതും പ്രോൺ വെന്റിലേഷൻ ചെയ്തതിന് ശേഷവും ആൾക്കാർക്ക് ഓക്സിജൻ്റെ അളവിനകത്ത് ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നുള്ള ചികിത്സാ രീതിയാണ് ECMO എന്ന് പറയും. ECMO എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ കോർപ്പോറിയൽ മെംബ്രെയിൻ ഓക്സിജനേഷൻ. അതായത് ലങ്സിൻ്റെ പ്രവർത്തനം മുഴുവൻ ഒരു ECMO എന്ന് പറയുന്ന ഒരു മെഷീനാണ് ചെയ്യുന്നത്.